ഹലോ പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇപ്പം നമ്മുടെ തിരുവനന്തപുരത്ത് BJP കോർപ്പറേഷനിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായെന്നുള്ള ഒരു കാര്യമാണല്ലോ ഇപ്പം ആൾക്കാർ ഇങ്ങനെ ഒരു ഒരു വാർത്തയായിട്ട് വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുക എന്ന് പറയുന്നത് നമ്മൾ പലരും അതിനൊരു ബിലറ്റിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമുക്ക് അത് അവർ ഒരു മോശം പ്രകടനമൊന്നുമല്ല, അവിടെ ഒരു പുവർ പെർഫോമൻസ് ഒന്നുമല്ല കേരളത്തിൽ ഇപ്പം BJP നടത്തിയിരിക്കുന്നത്. ആ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJP കേരളം മൊത്തം നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊരു വലിയ ഗംഭീരമായ മുന്നോട്ട് നടത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ കേരളത്തിൻ്റെ തലസ്ഥാനത്തുള്ള ആ കോർപ്പറേഷൻ BJP പിടിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുക എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ചെറിയൊരു കാര്യമായിട്ട് കാണാൻ കഴിയത്തില്ല. കാരണം എന്താ, അത് തലസ്ഥാനത്താണ് BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരിക്കുന്നത്. അതൊരു സെൻസേഷണലായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ വാർത്താ പ്രാധാന്യം വലുതാണ്. അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു കോർപ്പറേഷനിൽ ഒന്നാം സ്ഥാനത്ത് വന്നു എന്നുള്ളതല്ല അവിടെ നോക്കേണ്ടത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വാട്ട് ഈസ് തിരുവനന്തപുരം ഈസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് കേരള. അതാണ് സത്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തലസ്ഥാനത്ത് BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുമെന്ന് പറയുന്നത് ഒരിക്കലും അത് നമുക്ക് ബിലറ്റിലേറ്റ് ഇത് ഒരിക്കലും നമുക്ക് ചെറുതാക്കി കാണിക്കാൻ പറ്റത്തില്ല, അണ്ടർറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ എറണാകുളം പോലെ അവിടെ വലിയ വ്യവസായ സംരംഭങ്ങളോ അല്ലെങ്കിൽ ഹൈക്കോടതിയോ അല്ലെങ്കിൽ ഒന്നും തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കണമെന്നില്ല. ശരിയാണ് പറഞ്ഞത്. പക്ഷേ തിരുവനന്തപുരത്താണ് നമ്മുടെ ഈ ഏറ്റവും എല്ലാ ഹെഡ് ക്വാർട്ടേഴ്സുകളും എല്ലാ ഹെഡ് ഓഫീസുകളും ഉള്ളത്. നമ്മുടെ ഈ പിന്നെ ഭരണനിർവഹണപരമായിട്ടുള്ള ഏതാണ്ട് എല്ലാം അവിടെ തന്നെയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമ്മുടെ തലസ്ഥാനത്ത് BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് BJP കിട്ടുന്ന ഒരു മൈലേജ്, ഒരു ബൂസ്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ വലുതാണ്. അത് ആൾക്കാർ ചർച്ച ചെയ്യും. അതിൻ്റെ അനുരണനങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഇനിയുണ്ടാകും. അതിനർത്ഥം BJP ഗംഭീരമായ മുന്നേറ്റം ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ നടത്തിയെന്നല്ല ഞാൻ പറയുന്നത്. വലിയ ഗംഭീരമായിട്ട് നടത്തിയില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും തകർന്നു പോയിട്ടുണ്ട്. കാരണം ഈ തിരുവനന്തപുരത്ത് ലോക്സഭാ ഇലക്ഷൻ തിരുവനന്തപുരത്ത് ഇപ്പം കോർപ്പറേഷൻ അവർ പിടിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ പാലക്കാട് അവർ കാലാകാലങ്ങളായിട്ട് ഏറ്റവും വലിയ നഗരസഭയിൽ അവർ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി അല്ലെങ്കിൽ പിന്നെ അവർ ഭൂരിപക്ഷം മറികടക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും ആദ്യം ആരും ചർച്ച ചെയ്തില്ല. കാരണം പാലക്കാട് അധികം ആരും ചർച്ച ചെയ്യുന്നില്ല. കാരണം എന്താ, പാലക്കാടെന്ന് പറഞ്ഞാൽ ഒരു പിന്നെ അത്രയും അതൊരു തലസ്ഥാനമോ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷനോ ഒന്നുമല്ല. അതുപോലെ തന്നെ ഇപ്പോൾ കാസർഗോഡ് ഇപ്പോൾ BJP കുറെ മുന്നേറി, അവിടെയും ചർച്ച ചെയ്യുന്നില്ല. എന്തിനു പറയുന്നത്, തൃശ്ശൂർ പോലും അധികം ആരും ചർച്ച ചെയ്യുന്നില്ല. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ഒരു തലസ്ഥാന നഗരമല്ല, എന്നാൽ അതൊരു കോർപ്പറേഷനാണ്, അത് അംഗീകരിക്കുന്നു. അപ്പം അത് തലസ്ഥാനമായ തിരുവനന്തപുരത്ത് കിട്ടിയത് തീർച്ചയായിട്ടും ജനമനസ്സുകളെ സ്വാധീനിക്കും. നാച്ചുറലി ബോൺ ഡിസ്ട്രിക്റ്റുകളായിട്ടുള്ള നമ്മുടെ കൊല്ലം അല്ലെങ്കിൽ ഈ ഇൻഡിപെൻഡൻറ്റ് ഡിസ്ട്രിക്റ്റുകളായിട്ടുള്ള കൊല്ലം, പിന്നെ അതുപോലെ തന്നെ തൃശ്ശൂർ, കോട്ടയം ഇവിടങ്ങളിൽ കിട്ടിയാൽ പോലും അതിനേക്കാളും കൂടുതൽ ആളുകളെ സ്വാധീനിക്കുന്നത് ഈ തിരുവനന്തപുരത്ത് കിട്ടുമ്പോഴാണ്. കാരണം എന്താ, തിരുവനന്തപുരം ഒരു നാച്ചുറലി ബോൺ ഡിസ്ട്രിക്റ്റാണ്, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഡിസ്ട്രിക്റ്റുകളാണ്. അങ്ങനെ ആൾക്കാർ വിശേഷിപ്പിക്കാറുണ്ടല്ലോ. കാരണം കേരള സംസ്ഥാനം ഉണ്ടായപ്പോൾ തന്നെ ഉണ്ടായിട്ടുള്ള 4 ജില്ലകളാണ് തിരുവനന്തപുരവും, കൊല്ലവും, കോട്ടയവും, തൃശ്ശൂരും എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ ഈ പിന്നെ അത് നാച്ചുറൽ ബോൺ ഡിസ്ട്രിക്റ്റുകൾ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഡിസ്ട്രിക്റ്റുകൾ എന്ന ആൾക്കാർ ഒരു വിശേഷണം കൊടുക്കാറുണ്ട്. അത് അന്ന് ഉണ്ടായതിൻ്റെ പേരില്ല. പക്ഷേ എങ്കിലും ആ കൂട്ടത്തിൽ ഇതിനൊരു ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് ഉണ്ട് നമ്മുടെ തിരുവനന്തപുരത്തിന് എന്ന് പറയുന്നത്. അത് കൊല്ലം വന്ന് ചർച്ചകളിൽ വന്നിട്ടുള്ളതാണ് തലസ്ഥാനമാക്കുന്ന കാര്യത്തിലൊക്കെ. കാരണം ആദ്യം വിമാനത്താവളമൊക്കെ വന്ന് കൊല്ലത്തൊക്കെയാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തുവായാലും ശരി തന്നെ, തിരുവനന്തപുരത്ത് ഇങ്ങനൊരു സ്റ്റാറ്റസ് ഉള്ളതിൻ്റെ പേരിൽ അവിടെ എന്ത് കിടക്കുന്നതും അതിൻ്റെ ഒരു അനുരണനങ്ങൾ എല്ലായിടത്തും വ്യാപിക്കും. അത് നാഷണലി ഇത് ചർച്ച ചെയ്തിട്ടില്ലായിരിക്കും, അല്ലെങ്കിൽ നാഷണൽ വൈഡ് ചർച്ച ചെയ്തിട്ടില്ലായിരിക്കും. എങ്കിലും പൊതുവെ നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് ഉൾപ്പെടെ ഉള്ളവർ ഈ തിരുവനന്തപുരത്തെ വിജയം ശ്രദ്ധിച്ചിരുന്നു. രാജ്യത്തെ പല ബുദ്ധിജീവികളും, വിവിധ മേഖലകളിലെ ബുദ്ധിജീവികളൊക്കെ ഒരുപക്ഷെ നല്ല തിരുവനന്തപുരത്ത് ആ ഒരു വിജയം ശ്രദ്ധിച്ചിരുന്നു. സ്റ്റേറ്റ് വൈഡ് നോക്കുകയാണെങ്കിൽ എല്ലാവരും ശ്രദ്ധിച്ചു BJPയുടെ ഒരു വിജയം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പം BJP നമുക്ക് ഇനിയിപ്പോൾ പെട്ടെന്ന് എഴുതിത്തള്ളാവുന്ന ഒരു അവസ്ഥയിലല്ല കാര്യങ്ങൾ പോകുന്നത്. അതേപോലെ തന്നെ നമുക്കിപ്പം LDFനെ റൂൾ ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ LDFനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അവർക്കൊരു ഭരണവിരുദ്ധ തരംഗമില്ല. ഭരണവിരുദ്ധപരമായ മാനസികാവസ്ഥ അവരോടുണ്ടായിരിക്കാം, പക്ഷേ ഭരണവിരുദ്ധ തരംഗം ഇല്ല. അതാണ് സത്യം എന്ന് പറയുന്നത്. കാരണം ഒരു ആൻറ്റി റൂൾ വേവ് ഇല്ല. ആൻറ്റി ഇൻകംബൻസി ഉണ്ടാവാം, പക്ഷേ ഒരു ആൻറ്റി റൂൾ വേവ് ഇല്ല, ഒരു ഭരണവിരുദ്ധ തരംഗം ഇപ്പോഴും ഇല്ല. അതുകൊണ്ടാണല്ലോ അവരിപ്പോഴും 55 സീറ്റുകൾ പിടിച്ചേക്കുന്നത്. ഏതാണ്ട് 100 സീറ്റുകളിൽ അവർ നിയമസഭാ മണ്ഡലങ്ങൾ അവർ മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ ഇപ്പോഴും ഏതാണ്ട് 50-55 സീറ്റുകൾ ഇപ്പോഴും ഈ ലോക്കൽ ബോഡി ഇലക്ഷനുകളിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ അവർ മുന്നിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല, സത്യമാണ് പറയുന്നത്.
നമ്മളിപ്പോൾ ദാണ്ട് ഈ ഒരു ഇപ്പം നമ്മുടെ ഇപ്പോൾ എൽ ഡി എഫിൻ്റെ ഈ ഒരു ഭരണത്തെ നമ്മുടെ 2013 കാലഘട്ടങ്ങളിൽ നമ്മുടെ ആ UPA ഗവൺമെൻറ്റിന് 2 ടേമുകളുണ്ടായിരുന്നല്ലോ. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിട്ടിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആ സെക്കൻഡ് ടേമിൽ ഒരു അവസാനത്തെ ഒരു പോർഷൻസ് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കി, അവസാന ഒരു കാലഘട്ടം പിന്നീട് നമ്മൾ ശ്രദ്ധിച്ച് നോക്കി. അന്നെന്ന് പറയും രാജ്യത്ത് എന്തായിരുന്നു അവസ്ഥ? രാജ്യം മുഴുവനും ആ ഒരു ഗവൺമെൻറ്റിനെ വെറുക്കുകയായിരുന്നു. മടുക്കുകയല്ല ചെയ്യുന്നത്, വെറുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതായത് ഒരു 10 വയസ്സുള്ളവർ തൊട്ട് 80 വയസ്സുള്ളവർ വരെ പോലും ആ UPA ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അഴിമതിയുടെ കൂത്തരങ്ങായിട്ട് കണ്ട് അതിനെപ്പറ്റി ആൾക്കാർ ചർച്ച ചെയ്ത് അതിനെ വെറുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തത്. ആ 2013 അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക്, 2014 ആയപ്പോഴത്തേക്ക്, ഒരു തുടക്കമൊക്കെ ആയപ്പോഴത്തേക്ക്, ആ ഇലക്ഷനൊക്കെ ആയപ്പോഴത്തേക്ക് ആളുകൾ ആ ഒരു മൻമോഹൻ സിംഗിൻ്റെ ഭരണമെന്ന് പറഞ്ഞാൽ ശരിക്കും വെറുത്ത് മടുത്ത് കഴിഞ്ഞിരിക്കുകയായിരുന്നു. മടുക്കുക മാത്രമല്ല, വെറുത്ത് കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അതേസമയം ഇപ്പോഴും ഈ LDF ഗവൺമെൻറ്റിന് അങ്ങനൊരു അവസ്ഥയില്ല. ആളുകൾക്ക് വെറുപ്പില്ല, മടുപ്പുണ്ടാവാം, പല അസംതൃപ്തി ഉണ്ടാകും. ഇപ്പം പലർക്ക് ശമ്പളം കൊടുക്കാത്തതിൻ്റെ കാര്യത്തിലൊക്കെ അവർക്ക് അസംതൃപ്തി ഉണ്ടാകാം. പക്ഷേ അവർക്ക് ഇപ്പോഴും ഈ LDF ഗവൺമെൻറ്റിനോട് അത്ര വലിയൊരു വലിയൊരു അങ്ങനെ ഒരു വലിയ ഒരു എതിർപ്പില്ല, ഒരു വിരോധമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് പല കാര്യങ്ങളും അസംതൃപ്തി ഉണ്ടാകാം, സ്വീകാര്യമല്ലാത്ത പല കാര്യങ്ങളും ഉണ്ടാവാം. ഈ ശബരിമല പോലുള്ള വിഷയങ്ങളൊക്കെ അതൊക്കെ അന്തരീക്ഷത്തിലുണ്ട്, ഇല്ലെന്നല്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ LDFനെ സംബന്ധിച്ച മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ UDFൻ്റെ കുറേ സഹതാപ തരം കൊണ്ട് കുറേ കാൻഡിഡേറ്റ്സ് ജയിച്ചു, 12,000-ഓളം കാൻഡിഡേറ്റ്സ് ജയിച്ചു. പക്ഷേ അതിൻ്റെ ഒരു തലം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ LDFന് കുറച്ച് ഡിസ്ഫേവറബിളായിട്ട് മാറി എന്ന് പറയുന്നതാണ് സത്യം. കാര്യം എന്താ? പഞ്ചായത്ത് ഇലക്ഷനാണ്, ലോക്കൽ ബോഡി ഇലക്ഷനാണ്. ഒരു 100-100ഓളം പഞ്ചായത്തുകൾ കൂടുതലായിട്ട് നമ്മുടെ UDFന് കിട്ടി. അതെങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭരണവിരുദ്ധ തരംഗം കൊണ്ടല്ല, മറിച്ച് ഭരണവിരുദ്ധപരമായ ഒരു മാനസികാവസ്ഥ കൊണ്ടും പിന്നെ ഈ UDFൻ്റെ കാൻഡിഡേറ്റ്സിനുള്ള ഒരു സഹതാപ തരംഗം കൊണ്ട്. കാരണം തോറ്റ സ്ഥാനാർത്ഥികൾക്ക് നമ്മുടെ നാട്ടുപ്രദേശമായതിൻ്റെ പേര് ഗ്രാമപഞ്ചായത്ത് ഇലക്ഷനുകളായതിൻ്റെ പേരിൽ ഈ അവർ തമ്മിലുള്ള സഹകരണത്തിൻ്റെയും അടുപ്പത്തിൻ്റെയൊക്കെ പേരിൽ പോട്ടെ ഒരു മനുഷ്യ സഹജമായ ഒരു ദയ ആ സ്ഥാനാർത്ഥിയോട് കാണിച്ച് അങ്ങ് ജയിപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ. അതാണ് ഈ 10 വോട്ടിനും 20 വോട്ടിനും 50 വോട്ടിനും 100 വോട്ടിനൊക്കെ ജയിച്ചായിട്ട് നമ്മൾ കാണുന്നത്. പിന്നെ അതേപോലെ തന്നെയെന്ന് പറയുന്നത് ഈ പല ഇടത്തും LDFന് തോറ്റിട്ടുള്ളത് 2-3 സീറ്റുകളുടെ കുറവേ ഉള്ളൂ, അല്ല ഗംഭീരമായൊരു കുറവൊന്നുമില്ല ഇപ്പോഴും. അപ്പം പക്ഷേ അതിൻ്റെ ഒരു ചിത്രം വരഞ്ഞ അങ്ങനെ LDF തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന് പറയുന്ന ഒരു പ്രതീതിയാണ്, ആ ഒരു ഒബ്വേർഡ് സ്പെഷ്യാലിറ്റിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനെ എങ്ങനെ LDF മറികടക്കുമെന്നുള്ളൊരു പ്രശ്നമാണ്. അതിന് LDFന് വിയർക്കേണ്ടി വരും. പക്ഷേ 1 മാസം കൂടെ കഴിയുമ്പോൾ പിന്നെ എന്താ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഈ ആൾക്കാർ കുറച്ചൊക്കെ മറന്നേക്കും. അപ്പോൾ ഇവരുടെ ശക്തി ദുർഗങ്ങളിൽ കൂടി, LDFൻ്റെ ശക്തി ദുർഗങ്ങളിൽ കൂടി അവർ പ്രവർത്തിച്ച് അവർക്കൊരു തിരിച്ചു വരാൻ ശ്രമിച്ചേ പറ്റത്തുള്ളൂ. എന്നാൽ മാത്രമേ അവർക്ക് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇനിയിപ്പം LDFനെ സംബന്ധിച്ചിടത്തോളം ഒരു ഈസി ഗോയിങ് ആയിട്ട് ഒരു ഈസി വാക്ക് ഓവർന്ന് കിട്ടുമോ? ഈസി വാക്കറോട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു തുടർഭരണം കിട്ടുക എന്നുള്ളത് തന്നെ ഒരു വലിയൊരു എന്താണ് പറയുക, ഒരു ടാസ്ക്കാണ്. കാരണം ഇപ്പോഴും പക്ഷേ LDFനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം ഇത് എതിർഭാഗത്തേക്കുന്ന UDF ആണ്. അവിടെ 10-15 പേര് മുഖ്യമന്ത്രിമാരാകാൻ വേണ്ടി ഇരിക്കുകയാണ്. അവരെല്ലാം കൂടെ ഗ്രൂപ്പ് കളിച്ചും ഗ്രൂപ്പ് പോളിറ്റിക്സും പിന്നെ ഈഗോയും ഒക്കെ കാണിച്ച് എന്തൊക്കെ ആക്കി തീരുമെന്ന് ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് LDFന് സത്യം പറയും ഇപ്പോഴും ഒരു എഡ്ജുണ്ട്, അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. പിന്നെ അവസാനത്തെ 2-3 മാസങ്ങളിൽ സംഭവിക്കുന്ന ഒരു പ്രത്യേകതയും ഈ ഇലക്ഷനെ സ്വാധീനിച്ചേക്കാം, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ LDF ആണ്, അവർ വളരെ ശക്തമായി പ്രവർത്തിക്കും. പിന്നെ പിണറായി വിജയനെ പോലെ വളരെ എന്താണ് ഒരു വലിയൊരു നേതാവ് അവർക്കുണ്ട്, ഒരു പൊളിറ്റിക്കൽ ഡെമഗോഗ് LDFനുണ്ട്. മനസ്സിലായോ? ഒരു വലിയ നേതാവ് അവർക്കുണ്ട്. അതേസമയം UDFന് ആരുണ്ട്? UDFന് എന്ന് പറഞ്ഞാൽ അത്ര വലിയ നേതാക്കന്മാർ UDFന് ഇല്ല. ഉള്ളവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തമ്മിൽ അടിച്ചുള്ളൂ. അപ്പം ഈ BJPയെ പോലെ LDFനെ പോലെ ഒരു സംഘടനാ മികവോ ഒന്നും ഇല്ല. ഈ BJPക്ക് എന്ന് പറഞ്ഞാൽ എഫിഷ്യൻറ്റ് ലീഡേഴ്സ് ഉണ്ടാകത്തില്ല, പക്ഷേ LDFനുണ്ട്. അവർക്ക് സംഘടന, അവർക്ക് ഓർഗനൈസിങ് കപ്പാസിറ്റി ഉണ്ട്, നല്ലൊരു ലീഡറും ഉണ്ട് അവർക്ക്. അതേസമയം BJPയെ സംബന്ധിച്ച് ഓർഗനൈസിങ് കപ്പാസിറ്റി അവർ കുറച്ചൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ഏറ്റവും മികച്ച ലീഡേഴ്സ് ഇല്ല. അതാണ് ഈ BJP നേടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. എന്തായാലും ഈ ഇലക്ഷൻ ഒരു രസകരമായിരിക്കാനാണ് സാധ്യത. താങ്ക് യു ഫോർ വാച്ചിങ്.